ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ഡേ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ അല്ലേ, അതിന് ചുറ്റുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ഡിറൈവ് ചെയ്തത്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഓൺ ദി ആക്സിൽ ലൈൻ ചെയ്തു, അറ്റ് എ പോയിൻ്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ ചെയ്തു. ഓക്കെ, നൗ കൺസിഡർ ഇലക്ട്രിക് ഫ്ലക്സ്. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞൊരു ടേമാണ് ഇലക്ട്രിക് ഫ്ലക്സ്. എന്തായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? ഒരു റീജിയനിൽ ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് ആ ടോട്ടൽ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുക. അപ്പോൾ ഒരു റീജിയനിലെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലേ ത്രൂ ദ ഗിവൺ ഏരിയ. ആ ടോട്ടൽ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റീജിയനിലെ ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് അല്ലേ, ഒബ്വിയസ്ലി ഇലക്ട്രിക് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ അല്ലേ? ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണെങ്കിൽ കൂടുതൽ ഇലക്ട്രിക് ലൈൻസ് ഉണ്ടാവും. അതുപോലെ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി, ക്ലിയർ? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അത് നമ്മൾ വാക്യൂം എന്ന് പറയുമ്പോൾ എപ്സിലോൺ 0 എന്നാണ് എടുക്കുക. വേറെ ഏതെങ്കിലും ഒരു മീഡിയം ഉണ്ടെങ്കിൽ എപ്സിലോൺ 0യുടെ കൂടെ എപ്സിലോൺ R കൂടെ ചേർക്കണം അല്ലേ? അപ്പോൾ നോക്കൂ, ദിസ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ്, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ്, through a closed surface. Phi എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രിക് ചാർജിനെയും ഒന്ന് പെർമിറ്റിവിറ്റിയും. ഇലക്ട്രിക് ചാർജുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും പെർമിറ്റിവിറ്റി ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് വരുന്നത്. അതായത് Phi ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഈ ഒരു കൺസെപ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് ഗോസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, ഗോസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്നത് ഗോസസ് തിയറം എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് ഗോസസ് തിയറം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഗോസസ് തിയറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പറയുക? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് ഈസ് ഗിവൺ ബൈ Phi is equal to Q by epsilon 0. The total electric flux through a closed surface in vacuum is given by Phi is equal to Q by epsilon 0. ഇതാണ് ഗോസസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഇനി ഇടയ്ക്ക് നമ്മളോട് ചോദിക്കും, വാട്ട് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗോസസ് തിയറം? ഗോസസ് തിയറത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി ഒരു ഇക്വേഷനായിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നില്ലേ? ഇലക്ട്രിക് ഫീൽഡിനെയും ഏരിയനും ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E ഡോട്ട് ds. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഏരിയ വെക്ടറിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഫ്ലക്സ്. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E ഡോട്ട് ds എന്നാണ് പറയുക. അപ്പോൾ ഈസ് ഈക്വൽ ടു നേരത്തെ ഇക്വേഷൻ പ്രകാരം Q ബൈ എപ്സിലോൺ 0. നൗ ദിസ് ഇക്വേഷൻ, ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗോസസ് തിയറം. ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗോസസ് തിയറം. മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗോസസ് തിയറം. ഓക്കെ, അപ്പോൾ നമ്മളോട് സ്റ്റേറ്റ് ദ ഗോസസ് തിയറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ പറയാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എങ്കിലും അവിടെ ഉണ്ടാവണം. Phi ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. നൗ വാട്ട് ഈസ് എ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗോസസ് തിയറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Phi ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E ഡോട്ട് ds ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് എക്സാമിന് നമ്മളോട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസസ് തിയറം എന്നാണ് ചോദിക്കുക. അതായത് ഇതിൻ്റെ പ്രൂഫും കൂടെ നമ്മൾ ചെയ്യണം. ഓക്കെ,
അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസസ് തിയറം. ഇപ്പോൾ ഗോസസ് തിയറത്തിൻ്റെ പ്രൂഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ചാർജിനെ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് എ പോയിന്റ് ചാർജ് ക്യൂ. ഈ പോയിന്റ് ചാർജിൽ നിന്ന് r അകലത്തിലെ ഒരു ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ചുറ്റും സിമ്മെട്രിക് ആയിട്ട് നമുക്കൊരു സർഫേസിനെ കൺസിഡർ ചെയ്യാം, ഒരു സ്ഫെറിക്കൽ റീജിയൻ കൺസിഡർ ചെയ്യാം അല്ലേ. സ്പീറാന്ന് വിചാരിക്കട്ടാ. നമ്മൾ ഒരു ഗോഷ്യൻ സർഫേസ് എന്നാണ് ഇതിനെ പറയുക. ചാർജ് എൻക്ലോസ് ചെയ്യുന്ന, ചാർജ് ഉൾപ്പെടുന്ന ഒരു സിമ്മെട്രിക് സർഫേസിനെ നമ്മൾ ഗോഷ്യൻ സർഫേസ് എന്നാണ് പറയുക. ഗോഷ്യൻ സർഫേസ്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ചാർജിന് ചുറ്റും നമ്മളൊരു ഗോഷ്യൻ സർഫേസ് ഇമാജിൻ ചെയ്തു. ഇതിപ്പോൾ ഒരു സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫേസ് ആണ് വരുന്നത്. ഇനി ഇവിടെ ചെറിയൊരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ഭാഗത്തായിട്ട് നമ്മൾ പോയിന്റ് കൺസിഡർ ചെയ്ത് കൊടുത്ത് ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഈ ഏരിയ DS എന്നാണെന്ന് വിചാരിക്കുക. DS. അപ്പോൾ ഈ ഏരിയ വെക്ടറും നൗ ഇഫ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ചാർജ്, ഫീൽഡ് വെക്ടറും ഒരേ ഡയറക്ഷനിലല്ലേ വരിക. ഇലക്ട്രിക് ഫീൽഡും DS വെക്ടറും എല്ലായിടത്തും ഒരേ ഡയറക്ഷനിലാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്ന, പ്രൂഫിന് വേണ്ടി വരയ്ക്കുന്ന ഒരു ഡയഗ്രാം ഇതാണ്. എ പോയിന്റ് ചാർജ്, അതിൻ്റെ അറൗണ്ട് ആയിട്ട് ഒരു സ്ഫെറിക്കൽ സിമെട്രിക് ഗോഷ്യൻ സർഫേസ്, അതിൽ ചെറിയൊരു ഏരിയ കാണിച്ചു DS. ദെൻ ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ആംഗിൾ എല്ലായിടത്തും 0 തന്നെയാണ് വരിക. ഓക്കെ, ഇനി ബൈ ഡെഫിനിഷൻ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds അല്ലേ. ഇവിടെ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും ഒരേപോലെയല്ലേ വരിക. ചാർജിൽ നിന്ന് തുല്യ അകലത്തിലാണ് എല്ലാ പോയിന്റും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. അപ്പോൾ യൂണിഫോം ആണെങ്കിൽ നമ്മളത് ഇൻ്റഗ്രലിന് പുറത്തേക്ക് എടുക്കുന്നു. യൂണിഫോം ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? ഇൻ്റഗ്രലിന് പുറത്തേക്ക് എടുക്കാം. ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds. ഓക്കെ, ഇനി r അകലത്തിൽ ഒരു പോയിന്റിൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതല്ലേ, 1/4πε0 q ഡിവൈഡഡ് ബൈ r² ഇൻറ്റു ഇൻ്റഗ്രൽ ds എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു ചെറിയ ഏരിയനെ ഈ കംപ്ലീറ്റ് ക്ലോസ്ഡ് സർഫേസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ അല്ലേ കിട്ടുക. ആ സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 4πr². ഓക്കെ, നൗ ഹിയർ 4πr² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇക്വേഷൻ? q ഡിവൈഡഡ് ബൈ ε0. phi ഈസ് ഈക്വൽ ടു q ബൈ ε0. ദിസ് ഈസ് ദി ഗോസസ് തിയറം. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ഗോസസ് തിയറം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസസ് തിയറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് ഇൻ വാക്യൂം ഈസ് ഗിവൺ ബൈ phi ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ ε0. നൗ അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഒരു പോയിന്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ് r, ഒരു സ്ഫിയർ വരയ്ക്കുക, ചെറിയൊരു ഏരിയ കാണിക്കുക. ds വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഒരേ ഡയറക്ഷനിലാണ്. ക്ലിയർ? ഇനി ബൈ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് phi ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds. അപ്പോൾ E ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds. ഈ പുറത്തേക്ക് എടുക്കാനുള്ള കാരണം ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം, എല്ലാം ഒരേ ദൂരമായതുകൊണ്ട് യൂണിഫോം ആണ്. അപ്പോൾ ഈ എന്ന് പറയുന്നത് 1/4πε0 q ബൈ r² ആണ് ഇൻറ്റു 4πr². ഓക്കെ, നൗ 4πr² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ phi ഈസ് ഈക്വൽ ടു q ബൈ ε0. ഇതാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നോക്കി എഴുതിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി
ഇവിടെ നിന്ന് എക്സാമിന് വേറൊരു ചോദ്യം ചോദിക്കാം. മറ്റൊരു രീതിയിലൊരു ചോദ്യം വരാം. ഗോസസ് തിയറത്തിൽ നിന്ന് നിങ്ങൾ മുമ്പേ പഠിച്ച കുളൂംസ് ലോ ഡിറൈവ് ചെയ്യാൻ പറയും. ഡെഡ്യൂസ് കുളൂംസ് ലോ ഫ്രം ഗോസസ് തിയറം. അപ്പോൾ ഗോസസ് തിയറത്തിൽ നിന്ന് എങ്ങനെയാണ് കുളൂംസ് ലോയിലേക്ക് എത്തുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗോസസ് തിയറമാണ് തുടങ്ങുന്നത്. അപ്പോൾ ബൈ ഗോസസ് തിയറം നമ്മൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ ഗോസസ് തിയറം. ഗോസസ് തിയറം പ്രകാരം ഇക്വേഷൻ എന്തായിരുന്നു? phi is equal to closed integral E dot ds equal to q by epsilon 0. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കുളൂംസ് ലോയിലേക്ക് എത്താൻ നമ്മൾ ഈ ഒരു ഭാഗമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ E ഈസ് ഈക്വൽ ടു E ഡോട്ട് ഇൻ്റഗ്രൽ ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ, അതിനു മുമ്പ് ഈ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് എന്തായിരുന്നു? 4πr², അല്ലേ? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4πr². നേരത്തെ അതേ ഡയഗ്രാം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. 4πr² ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ദാറ്റ് ഈസ് E ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4πε0 ക്യൂ ബൈ r². ഇത് ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷനാണ്. നമ്മൾ ഇതിൽ നിന്ന് കുളൂംസ് ലോയിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബട്ട് E ഈക്വൽ ടു എഫ് ബൈ Q0. ഒരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ടെസ്റ്റ് ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കിട്ടി? എഫ് ഈക്വൽ ടു Q0 ഇൻറ്റു ഇ. അതിൻ്റെ അർത്ഥം എന്താ? ഈക്വൽ ടു 1 ബൈ 4πε0 Q0 ഡിവൈഡഡ് ബൈ r². അപ്പോൾ നോക്കൂ, നമ്മുടെ ഗോസസ് തിയറത്തിൽ നിന്ന്, അല്ലേ, ഗോസസ് തിയറത്തിൽ നിന്ന് we have got the equation for Coulomb's law. അപ്പോൾ how can you derive അല്ലെങ്കിൽ deduce Coulomb's law from Gauss's theorem എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എഴുതൂ. ഇനി ഇവിടുന്ന് എക്സാംസിന് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മുടെ ഗോസസ് തിയറത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് അത് ചോദിക്കാറ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ റീജിയൻ. ഈ ഒരു റീജിയനിൽ ഇഫ് വി ആർ പ്ലേസിങ് എ ഡൈപോൾ, കൺസിഡർ എ ക്ലോസ്ഡ് സർഫേസ് എൻക്ലോസിങ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സർഫേസ്? എന്താ ഉത്തരം? ഒരു റീജിയനിലെ ക്ലോസ്ഡ് സർഫേസിൽ ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ ആ റീജിയനിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? Phi will be equal to 0. What is the reason? ടോട്ടൽ ചാർജ്, അല്ലേ, നെറ്റ് ചാർജ് എന്ന് പറയുന്നത്, നമ്മൾ ആ Q എന്ന് പറയുന്നത് നെറ്റ് ചാർജാണ്. അപ്പം നെറ്റ് ചാർജ് 0 ആയതുകൊണ്ട് ഇലക്ട്രിക് ഫ്ലക്സ് Phi will be equal to 0. അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട്, if an closed surface encloses an electric dipole, what is the flux through the surface എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്നാണ് വരേണ്ടത്. കാരണം -Q + Q അല്ലേ? അപ്പോൾ ടോട്ടൽ ചാർജ് എന്തായാലും 0 ആയിട്ട് മാറും. ആ ടോട്ടൽ ചാർജ് 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സും എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഒരു റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫ്ലക്സിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. Clear? The incoming flux is taken as negative. ഇതേപോലെ ഔട്ട് ഗോയിങ്, ഇത് ഇൻകമിങ് ആണെന്ന് വിചാരിക്കുക. ഒരു റീജിയനിലേക്ക് വരുന്ന ഫ്ലക്സിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. ഔട്ട് ഗോയിങ്, പുറത്തോട്ട് പോകുന്നതിനെ ലീവിങ്ങിനെ നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു റീജിയനിലേക്ക് വരുന്ന ഫ്ലക്സിനെ
നെഗറ്റീവായിട്ട് എടുക്കും, ലീവ് ചെയ്യുന്ന ഫ്ലക്സിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മറ്റൊരു ചോദ്യം, ഇപ്പം നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്? മറന്നുപോയോ? ഈക്യു ഡിസ്റ്റൻസ് പാരലൽ സ്ട്രേറ്റ് ലൈൻസ് അല്ലേ? ഇങ്ങനെയുള്ളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ എ സിലിണ്ടർ ഈസ് പ്ലേസ്ഡ്. ഇതിനകത്ത് നമ്മളൊരു സിലിണ്ടർ വയ്ക്കുന്നു. ഓക്കെ, അതായത് ഇവിടുത്തെ ഏരിയ ഇവിടുത്തെ ഏരിയയ്ക്ക് തുല്യമാണ്. വരച്ച് നോക്കണ്ട, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും, നമ്മളല്ലേ വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇതിലേക്ക് വരുന്ന ഫ്ലക്സിനെ നെഗറ്റീവും ലീവ് ചെയ്യുന്ന ഫ്ലക്സിനെ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ടോട്ടൽ ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു, വരുന്നത് നെഗറ്റീവും ലീവ് ചെയ്യുന്നത് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക? ഇവിടുത്തത് -ES എന്നാണ് വരിക അല്ലേ? ഇത് പോസിറ്റീവ് എന്ന് വരും. അപ്പോൾ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടുന്ന് ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തിരി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ഫിയർ എടുത്തു. ഈ സ്ഫിയറിൽ Q ചാർജ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്നു വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സ്ഫിയർ. എന്തായിരിക്കും വരിക? 5 ഈസ് ഈക്വൽ ടു ഇല്ലേ, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Q/ε0. ഇവിടെ Q എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് തന്നെയാണ്. അപ്പോൾ ദിസ് ഈസ് ദ ആൻസർ. 5 ഈക്വൽ ടു Q/ε0 എന്നാണ് വരിക. ഇനി ഇതിന് പകരം നമ്മളൊരു ഹെമിസ്ഫിയർ, ഒരു അർദ്ധഗോളമാണ് എടുക്കുന്നത് വിചാരിക്കൂ, അർദ്ധഗോളം. ഓക്കെ, ഇവിടെ നമ്മളൊരു ചാർജിനെ വെച്ചു എന്ന് വിചാരിക്കൂ. Q എന്ന് പറയുന്ന ഒരു ചാർജ് ഓൺ ദ സർഫേസ്, ഈ എഡ്ജിലാണ് വെച്ചുള്ളത്, ഹെമിസ്ഫിയറിൻ്റെ മുകളിലാണ് വെച്ചുള്ളത്. നോ വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സർഫേസ്? ഇതിലൂടെ, ഈ സർഫേസിലൂടെയുള്ള ഫ്ലക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ആൻസർ? 5 ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഈ ചാർജിൽ നിന്ന് ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും അല്ലേ, ഇത് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും, എല്ലാ ഡയറക്ഷനിലും പുറത്തോട്ട് ഇങ്ങനെ ലൈൻസ് പോകുന്നില്ലേ? എല്ലാ ഡയറക്ഷനിലും പുറത്തോട്ട് ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ലൈൻസിൻ്റെ എത്ര പാർട്ട് മാത്രമാണ് ഈ ഒരു സർഫേസിന് കിട്ടുന്നത്? പകുതി. അപ്പോൾ നമ്മൾ എഴുതുക Q/2ε0. ഓക്കെ, അതായത് നമ്മുടെ എക്സാമിന് മുമ്പ് ചോദിച്ചതാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ഡയഗ്രാം തന്നിരുന്നത്, ഇങ്ങനെ തന്നു. ക്ലിയർ? ഈ രീതിയിലൊരു ഡയഗ്രാം തന്നിട്ട് ഇവിടെ ഒരു ചാർജിനെ വെച്ചു Q, എന്നിട്ട് ഈ സർഫേസിനെ S1 എന്ന് കൊടുത്തു, ഈ സർഫേസിനെ S2 എന്ന് കൊടുത്തു. നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സർഫേസ് S1 ആൻഡ് S2. എങ്ങനെയാ? രണ്ടാണെങ്കിലും Q/2ε0 എന്നാണ് വരിക അല്ലേ? ഈ ടോട്ടൽ ചാർജിൻ്റെ പകുതി ലൈൻസ് മാത്രമേ S1 കടക്കുന്നുള്ളൂ, പകുതി ലൈൻസ് മാത്രമാണ് S2 കടക്കുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു ചോദ്യം തരാം. ഇവിടെ നോക്കൂ, നമ്മളൊരു ക്യൂബിൻ്റെ കേസിൽ ഇതേപോലെ ചോദ്യം വരാറുണ്ട്. ഇപ്പോൾ ഒരു ക്യൂബിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിൻ്റെ മുകളിലാണ് നമ്മുടെ ചാർജ് ഇരിക്കുന്നത് വിചാരിക്കൂ, ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിൽ എൻക്ലോസ് ചെയ്യുന്ന പിന്നെ ഫ്ലക്സ് എത്രയായിരിക്കും? ഇവിടെ നോക്കൂ, ഇതിൻ്റെ മുകളിൽ ഒരു ക്യൂബും കൂടെ വരില്ലേ? അല്ലെങ്കിൽ ഈ ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എത്ര പാർട്ടാണ് ഈ ഒരു ക്യൂബിന് കിട്ടുക? 1/2 അല്ലേ? ഹാഫ് മാത്രമാണ്, ഹാഫ് നേരെ മുകളിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 5 ഈസ് ഈക്വൽ ടു Q/2ε0 എന്നാണ് വരിക. ഓക്കെ, ഒരു ഫേസിൽ, ഏത് ഫേസിലാണെങ്കിലും ആ ഫേസിൻ്റെ സെൻറ്ററിലാണ് വയ്ക്കുന്നതെങ്കിൽ 1/2 ആണ് വരിക. ഇനി ഈ എഡ്ജിലാണ് വയ്ക്കുന്നതെങ്കിലോ, വി ആർ പ്ലേസിങ് ദ ചാർജ് അറ്റ് ദിസ് എഡ്ജ് Q. ഈ എഡ്ജ് എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ടാവും? അപ്പുറത്തൊരു ക്യൂബ്, ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, ദെൻ മുകളിൽ 2 സൈഡിലായിട്ട് ക്യൂബ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 1 2 3 4. അപ്പോൾ എത്ര പേരുണ്ട്? 5 വിൽ ബി ഈക്വൽ ടു Q/4ε0. 4 പേരാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ഒരു കോർണറിലാണെങ്കിലോ,
കോർണറിലാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അതായത് താഴെ തന്നെ 4 വരും, അതേപോലെ 4 മുകളിലോട്ടും വരും. അതായത് 1/4 മാത്രമാണ്, 1/8 മാത്രമാണ് ഒരു ക്യൂബിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ Q/8ε0. നിങ്ങൾ നോക്കേണ്ടത് ആ ഒരു ചാർജിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എത്ര പേര് ഷെയർ ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. ആ രീതിയിലാണ് നമ്മൾ ഇത്തരം പ്രോബ്ലംസ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് പിന്നെ നമ്മളിതിൻ്റെ കൂടെ പ്രീവിയസ് എക്സാം ചോദ്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതിൽ കൃത്യമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് കുറേ ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.